ഇന്നിപ്പോൾ പരിശോധന അല്പസമയം മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി ഈ പരിശോധനയ്ക്ക് എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥയിൽ മണ്ണ് നീക്കി പരിശോധിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും സംഘം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തുൾപ്പെടെ 4 സോണുകളായി തിരിച്ചാണ് ഇന്ന് പരിശോധന നടക്കുകയും ചെയ്യുക. അതിൽ മൂന്നാമത്തെ സോണിൽ വളരെ പ്രധാനമായും പരിശോധിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. അത് പുഴയുൾപ്പെടെ ചേരുന്ന ഭാഗമാണ്. നിലവിൽ അവരുടെ ഒരു നിഗമനമനുസരിച്ച് ഈ ശക്തമായി മണ്ണ് ഒലിച്ചു വന്ന സമയത്ത് ആളുകൾ പുഴയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഈ പരിശോധനയിൽ നടത്തുകയും ചെയ്യും. അപ്പോൾ ആ ഭാഗത്തേക്ക് ഉൾപ്പെടെ പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ആ സ്ഥലത്ത് ശക്തമായി വെള്ളം കുത്തിയൊലിച്ച് പോകുന്നുണ്ട്. അവിടെ ഉൾപ്പെടെയാണ് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. മുകളിൽ നിന്നും മണ്ണ് ഇടിഞ്ഞു വന്ന ഇങ്ങോട്ടാണ് ആദ്യം വീണത്. വലിയ തോതിൽ മണ്ണ് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം പ്രതികൂലമായി നിൽക്കുന്നത് ഈ കാലാവസ്ഥ മാത്രമാണ്. ഇപ്പോഴും മഴ വിട്ടിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ ശക്തമായി തന്നെ ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. ഇടവിട്ടാണെങ്കിലും മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. 7 മണിയോടുകൂടിയാണ് സംഘങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുള്ളത്. അവർ സംഘം തിരിഞ്ഞ് പരിശോധനയ്ക്ക് വേണ്ടി അകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ശക്തമായ പരിശോധന ഈ ഭാഗങ്ങളിലൊക്കെ നടക്കും. 5 പേരെയാണ് ഈ അപകടത്തിൽ ഇനി കണ്ടെത്താനുള്ളത്. ഈ 5 പേരെ ഇന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർക്കൊക്കെ തന്നെ ഉള്ളത്. മണ്ണിന് ഉൾപ്പെടെ മാറ്റി ഇത്തരത്തിലൊരു പരിശോധന നടത്തും. അതിനുവേണ്ടി JCB ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതേസമയം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും ഏതാണ്ട് 9:30 ഇവിടെ എത്തി സ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോടൊപ്പം MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരും ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. അവർ ഈ സ്ഥലം സന്ദർശിക്കും. അതിനുശേഷം ആശുപത്രിയിലേക്കും പോവുകയും ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ കാണുന്ന ഭാഗത്തുൾപ്പെടെ പുഴയുടെ ഭാഗത്തുൾപ്പെടെ ശക്തമായ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇവിടേക്കൊക്കെ വടം കെട്ടി ഇറങ്ങി ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫലം കണ്ടിട്ടില്ല. അപ്പോൾ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സോണ് തിരിച്ചാണ് അത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ കാലാവസ്ഥയിൽ എങ്ങനെയായിരിക്കണം പരിശോധന എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എത്തേണ്ടതുണ്ട്. ഇതും കൂടെ അന്വേഷണ ഈ ഒരു പരിശോധനയ്ക്ക് എത്തുന്ന സംഘങ്ങൾ NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ആ കാര്യത്തിൽ കൂടെ ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും നടത്തുക.